ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വൈരങ്ങളിൽ ഒന്നാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ളത്. ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന പല യുദ്ധങ്ങൾക്കും പിന്നിൽ ഈ റൈവൽറി വലിയ കാരണമാണ്. പക്ഷേ ഈ പ്രശ്നത്തിന്റെ തുടക്കം ഇന്നല്ല, ഏകദേശം 70 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇന്ന് നമ്മൾ അറിയുന്ന ഇറാൻ ഒരിക്കൽ പേർഷ്യ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. സമ്പന്നമായ സംസ്കാരവും വലിയ എണ്ണ സമ്പത്തുമുള്ള രാജ്യം. 1900-കളിൽ ഇറാനിൽ വൻ ഓയിൽ റിസർവ് കണ്ടെത്തിയതോടെ ബ്രിട്ടനും പിന്നീട് അമേരിക്കയും ഇറാനിൽ ശക്തമായ സ്വാധീനം നേടാൻ തുടങ്ങി. ആംഗ്ലോ ഇറാനിയൻ ഓയിൽ കമ്പനി എന്ന ബ്രിട്ടീഷ് കമ്പനി ഇറാന്റെ എണ്ണയിൽ വലിയ നിയന്ത്രണം സ്ഥാപിച്ചു. ഇറാന്റെ സ്വന്തം സമ്പത്ത് ആയിരുന്നെങ്കിലും അതിന്റെ ലാഭം കൂടുതലും വിദേശ രാജ്യങ്ങളിലേക്ക് പോയി. 1951-ൽ മുഹമ്മദ് മൊസാദെഗ് എന്ന നേതാവ് ഇറാന്റെ പ്രധാനമന്ത്രിയായി. അദ്ദേഹം ഒരു ചരിത്രപരമായ തീരുമാനമെടുത്തു. ഇറാന്റെ എണ്ണ കമ്പനികളെ ദേശീയവൽക്കരിച്ചു. ഇറാന്റെ സമ്പത്ത് ഇറാനിലെ ജനങ്ങൾക്കായിരിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. പക്ഷേ ഇത് ബ്രിട്ടനെയും അമേരിക്കയെയും ചോടിപ്പിച്ചു. കോൾഡ് വാർ കാലമായതിനാൽ അമേരിക്കയ്ക്ക് മറ്റൊരു ഭയവും ഉണ്ടായിരുന്നു: ഇറാൻ സോവിയറ്റ് യൂണിയനിനൊപ്പം ചേർന്നേക്കുമോ എന്നത്. അങ്ങനെ 1953-ൽ കായും ബ്രിട്ടീഷ് ഇന്റലിജൻസും ചേർന്ന് ഒരു രഹസ്യ ഓപ്പറേഷൻ നടത്തി. അതിന്റെ പേര് ഓപ്പറേഷൻ ഏജാക്സ്. ഈ ഓപ്പറേഷൻ വഴി മൊസാദെഗിനെ അധികാരത്തിൽ നിന്ന് നീക്കി. പിന്നീട് ഷാഹ് മുഹമ്മദ് റസ പാലവി വീണ്ടും അധികാരത്തിലെത്തി. അമേരിക്കയുടെ ശക്തമായ പിന്തുണയോടെയാണ് ഷാഹ് ഭരണം നടത്തിയത്. ഷാഹിന്റെ കാലത്ത് ഇറാനിൽ മോഡേണൈസേഷൻ ഉണ്ടായെങ്കിലും ജനങ്ങളിൽ അസന്തോഷം കൂടുകയായിരുന്നു. അഴിമതി, അടിച്ചമർത്തൽ, SAVAK എന്ന രഹസ്യ പോലീസിന്റെ ക്രൂരത എന്നിവ കാരണം പ്രതിഷേധങ്ങൾ വർദ്ധിച്ചു. ഒടുവിൽ 1979-ൽ അയതോല്ല ഓയയുടെ നേതൃത്വത്തിൽ വലിയ ഇസ്ലാമിക് റെവല്യൂഷൻ നടന്നു. ഷാഹ് രാജ്യം വിട്ടുപോയി. ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് ആയി മാറി. ഇതാണ് അമേരിക്ക-ഇറാൻ ബന്ധം പൂർണ്ണമായി തകർത്ത പ്രധാന ടേണിംഗ് പോയിന്റ്. പുതിയ ഇറാൻ ഭരണകൂടം അമേരിക്കയെ പ്രധാന ശത്രുവായി പ്രഖ്യാപിച്ചു. കാരണം അമേരിക്ക ഷാനെ വർഷങ്ങളോളം പിന്തുണച്ചിരുന്നു. അതേ വർഷം ആയിലെ അമേരിക്കൻ എംബസി പ്രതിഷേധക്കാർ ആക്രമിച്ചു. 52 അമേരിക്കക്കാരെ ഹോസ്റ്റേജാക്കി 444 ദിവസത്തോളം തടവിൽ വെച്ചു. ഈ സംഭവം അമേരിക്കയെ ഞെട്ടിച്ചു. അതിനുശേഷം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ മോശമായി. 1980-ൽ സദ്ദാം ഹുസൈയുടെ ഇറാനെ ആക്രമിച്ചു. 8 വർഷം നീണ്ട ഇറാൻ-ഇറാഖ് വാർ മിഡിൽ ഈസ്റ്റിനെ തകർത്ത യുദ്ധമായി മാറി. ഈ സമയത്ത് അമേരിക്ക ഇറാഖിനെ പരോക്ഷമായി പിന്തുണച്ചുവെന്ന ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇറാൻ അത് മറന്നില്ല. പിന്നീട് ലോകം കൂടുതൽ ഭയന്ന വിഷയം ഇറാൻ ന്യൂക്ലിയർ പ്രോഗ്രാം ആയിരുന്നു. ഇറാൻ പറയുന്നത് തങ്ങൾ പീസ്ഫുൾ ന്യൂക്ലിയർ എനർജി വികസിപ്പിക്കുകയാണെന്നായിരുന്നു. പക്ഷേ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും സംശയിച്ചു ഇറാൻ രഹസ്യമായി ന്യൂക്ലിയർ ബോംബ് നിർമ്മിക്കുകയാണോ എന്ന്. അതോടെ അമേരിക്ക ഇറാനെതിരെ കടുത്ത സാങ്ഷൻസ് ഏർപ്പെടുത്തി. ഇറാന്റെ സാമ്പത്തിക സ്ഥിതി മോശമായി. എണ്ണ കയറ്റുമതിയും കുറഞ്ഞു. 2015-ൽ ഒബാമ അഡ്മിനിസ്ട്രേഷൻ കാലത്ത് JCPOA എന്ന ഇറാൻ ന്യൂക്ലിയർ ഡീലുണ്ടായി. ഈ കരാർ പ്രകാരം ഇറാൻ ന്യൂക്ലിയർ ആക്ടിവിറ്റീസ് നിയന്ത്രിക്കണം, പകരം സാങ്ഷൻസ് കുറയ്ക്കണം എന്നായിരുന്നു തീരുമാനം. ലോകം കരുതി പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന്. പക്ഷേ 2018-ൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയെ ആ കരാറിൽ നിന്ന് പിൻവലിച്ചു. വീണ്ടും സാങ്ഷൻസ് ശക്തമായി. 2020-ൽ ലോകത്തെ ഞെട്ടിച്ച സംഭവം നടന്നു. പ്രമുഖ ഇറാനിയൻ ജനറൽ ഖസീം സൊലൈമാനി അമേരിക്കൻ ഡ്രോൺ സ്ട്രൈക്കിൽ കൊല്ലപ്പെട്ടു. ഇറാൻ പ്രതികാരം പ്രഖ്യാപിച്ചു. മിഡിൽ ഈസ്റ്റ് വീണ്ടും യുദ്ധഭീതിയിലായി. ഇന്ന് അമേരിക്കയും ഇറാനും നേരിട്ട് യുദ്ധത്തിലല്ല. പക്ഷേ പ്രോക്സി വാർസ്, സൈബർ അറ്റാക്സ്, സാങ്ഷൻസ്, ന്യൂക്ലിയർ ടെൻഷൻ എന്നിവ ഇന്നും തുടരുന്നു. സിറിയ, ഇറാഖ്, ലെബനൻ, ഇസ്രയേൽ തുടങ്ങി മിഡിൽ ഈസ്റ്റിലെ പല പ്രശ്നങ്ങൾക്കും പിന്നിൽ ഈ വായുടെ സ്വാധീനമുണ്ട്. 1953-ൽ നടന്ന ഒരു CIA കൂവിൽ തുടങ്ങിയ ഈ ശത്രുത ഇന്ന് ലോക രാഷ്ട്രീയത്തെ പോലും സ്വാധീനിക്കുന്ന തരത്തിലേക്ക് വളർന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ചരിത്രം ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നു: ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾ പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയും.